തക്കടുവിൻ്റെ ബർത്ത്ഡേക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആദ്യം തന്നെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയെല്ലാം മുറിച്ച് വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, ഇത് കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് നല്ലോണം ചതച്ചെടുക്കുക. ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. പൊടികളുടെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില, കുറച്ച് നാരങ്ങാനീര്, കുറച്ച് തൈരും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വറുത്തെടുക്കാം. ഉള്ളി വറുത്ത് കോരിക്കഴിഞ്ഞ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ ഇതേ എണ്ണയിൽ തന്നെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രം വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളീൻ്റെ ഒരു 1/4 ഭാഗം കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഈ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബീഫ് വേവിക്കാൻ വേണ്ടി നമ്മൾ ഒട്ടും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെ എല്ലാം ഒന്ന് വറ്റി വരട്ടെ, എങ്കിലേ നമ്മുടെ മസാല സെറ്റായി വരുള്ളൂ. അങ്ങനെ മസാലയൊക്കെ റെഡിയായി. ആ സമയം കൊണ്ട് നമ്മൾ ചോറും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. മസാലേൻ്റെ മുകളിൽ കുറച്ച് പുതിനയില ഇട്ട് അതിൻ്റെ മേലെ ഒരു സെറ്റ് ചോറിട്ട് കൊടുക്കുക. വറുത്ത ഉള്ളിയും മല്ലിയിലയും പിന്നെ കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2ാമത്തെ സെറ്റ് ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നെയ്യും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ ഉള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് മുഴുവനായിട്ട് ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ ദം ചെയ്യൽ പരിപാടിയും ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മളൊരു സാലഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബിരിയാണി റെഡിയാക്കി കഴിക്കാൻ പോവുകയാണ്. ബിരിയാണി ഉണ്ടാക്കൽ തുടങ്ങാൻ നല്ലോണം വൈകിയതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോഴും നല്ലോണം വൈകിയിട്ടുണ്ടായിരുന്നു. ആദ്യം തക്കടൂന് കൊടുത്തു, എന്നിട്ടാണ് നമ്മൾ കഴിക്കാനിരുന്നത്. നമ്മൾ 2ആളും ബിരിയാണി ഉണ്ടാക്കാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷെ നമ്മളെ കൊണ്ടാവും പോലെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2ആളും നല്ല ആസ്വദിച്ച് കഴിച്ചു. തക്കടുവിൻ്റെ ബർത്ത്ഡേൻ്റെ ആ ദിവസത്തെ ഒരു ചെറിയ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുക്കാം. ആർക്കെങ്കിലും കാണാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ. അപ്പോൾ താങ്ക് യു.